നയപ്രഖ്യാപന പ്രസംഗത്തിൽ അസാധാരണ നീക്കവുമായി ഗവർണർ. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന ഭാഗം മാത്രം വായിച്ച് 1 മിനിറ്റ് 17 സെക്കൻഡുകൾക്കുള്ളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സഭ വിട്ടു. മണിപ്പൂർ വിഷയത്തിൽ കേന്ദ്രത്തിനെതിരായ രൂക്ഷ വിമർശനത്തിന് തൊട്ടു താഴെയുള്ള ഭാഗമാണ് ഗവർണർ വായിച്ചത്. And now I am reading the last para. Let us remember that the great legacy lies not in buildings or monuments, but in the respect and regard we show to the priceless legacy of the Constitution of India and the timeless values of democracy, secularism, federalism, and social justice. The essence of cooperative federalism is what has kept our country united and strong all these years. It is our bounden duty to ensure that this essence is not diluted. Together, as part of this varied and beautiful nation, we will weave the tapestry of inclusive growth and responsible resilience, overcoming all the challenges that are thrown our way. Jai Hind. നിയമസഭയ്ക്ക് മുന്നിൽ പൂച്ചെണ്ട നൽകി സ്വീകരിച്ചപ്പോഴും ഗവർണർ മുഖ്യമന്ത്രിക്ക് മുഖം നൽകിയിരുന്നില്ല. ഗവർണർ മടങ്ങിയതിന് പിന്നാലെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞതായി സ്പീക്കർ അറിയിച്ചു. ഗവർണറുടെ നടപടി നിയമസഭയോടുള്ള അവഹേളനമെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. സർക്കാരും ഗവർണറും തമ്മിൽ കുറേ നാളുകളായി നടക്കുന്ന രാഷ്ട്രീയ നാടകത്തിൻ്റെ പരിതാപകരമായ അന്ത്യമാണ് ഇന്ന് നിയമസഭയിൽ നടന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ സ്ഥിതി മുഴുവൻ പ്രതിഫലിക്കുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് ഗവർണർക്ക് വേണ്ടി വായിക്കാൻ വേണ്ടി സർക്കാർ എഴുതി തയ്യാറാക്കി കൊടുത്തത്. അതിൽ കാര്യമായിട്ടുള്ള ഒരു കേന്ദ്ര വിമർശനവും ഇല്ല. യഥാർത്ഥത്തിൽ കേന്ദ്രത്തിനെതിരായി ഡൽഹിയിൽ സമരം ചെയ്യാൻ പോയ മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികളെ പേടിച്ച് പ്രക്ഷോഭണം സമ്മേളനമാക്കി മാറ്റിയ ദയനീയമായ കാഴ്ചയാണ് കണ്ടത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഇൻസൾട്ട് ഒന്ന് ഗവൺമെൻറ്റിന്, അത് അവരെന്നെ ഉണ്ടാക്കി വെച്ചതാണ്. 2 നിയമസഭക്ക് പ്രതിപക്ഷം ഞങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നില്ല. പക്ഷേ അതിലേറെ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ കേരളത്തിലെ ഇന്നത്തെ സ്ഥിതി, ഗവർണറുടെ പ്രസംഗം, അത് കഴിഞ്ഞ് വരാൻ പോകുന്ന ബഡ്ജറ്റ്, ബാക്കി കാര്യങ്ങൾ, ഇതൊക്കെ ചടങ്ങായി നടക്കുന്നു എന്നല്ലാതെ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന ഒരു ഇംപ്രഷനാണ് പൊതുവേ ഉള്ളത്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉള്ളത്. കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാനം നിർബന്ധിതമായ സാഹചര്യം ഉൾപ്പെടെ നയപ്രഖ്യാപനത്തിൽ വിവരിച്ചിട്ടുണ്ട്. NCERT പാഠപുസ്തക പരിഷ്കരണത്തിനും നയപ്രഖ്യാപനത്തിൽ വിമർശനമുണ്ട്. നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കായി തിങ്കളാഴ്ച രാവിലെ 9-ന് വീണ്ടും സഭ ചേരും. ഷഫീദ് റാവുത്തർ, അലക്സറാം മുഹമ്മദ്, സലിം മാലിക് എന്നിവരാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, എന്തായിരുന്നു ഗവർണറുടെ നടപടി? വേണു, അത്യന്തം നാടകീയമായിട്ടുള്ള അസാധാരണമായ സംഭവങ്ങൾക്കാണ് ഇന്ന് നിയമസഭ കാഴ്ച, അല്ലെങ്കിൽ നിയമസഭയിൽ കാഴ്ചയായത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാധാരണഗതിയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എതിർപ്പുണ്ടെങ്കിൽ ചില ഭാഗങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആകട്ടെ, നമുക്ക് 2020-ലെയും 2021-ലെയും ചില നീക്കങ്ങൾ അറിയാം. 2021-ൽ ഉപാധിയൊക്കെ വെക്കേണ്ട സാഹചര്യം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഗവർണർക്ക് മുൻപിൽ ഉപാധി വെക്കേണ്ട സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇത്തവണ നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിച്ചതോടെ നമ്മൾ കരുതിയത് കാര്യമായ മാറ്റങ്ങൾ അതിൽ ഉണ്ടാകില്ല. എന്തായിരിക്കും ഗവർണറുടെ ആക്ഷൻ പ്ലാൻ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ്. പക്ഷേ ഗവർണറും സർക്കാരും തമ്മിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കുറേ മാസങ്ങളായി തുടരുന്ന പോര്, അതിൻ്റെ സകല പരിധികളും വിടുന്നത് നവകേരള സദസ്സിൻ്റെ സമയത്ത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ചാൻസലർ സർവകലാശാലകളിൽ അനാവശ്യമായ ഇടപെടൽ നടത്തുന്നു, സംഘപരിവാർ രാഷ്ട്രീയം അവിടെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നു എന്നടക്കമുള്ള ആക്ഷേപണം ഉയർത്തി SFIയുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഇന്നലെ രാത്രി പോലും SFIയുടെ പ്രതിഷേധം ഗവർണർക്ക് നേരെ ഉണ്ടായി. ഇതടക്കം സർക്കാരിനെതിരെ, അതല്ലെങ്കിൽ സർക്കാരിനോടുള്ള ഗവർണറുടെ വലിയ തരത്തിലുള്ള വിയോജിപ്പാണ് ഇന്ന് നിയമസഭയിൽ നമ്മൾ കണ്ടത്. 8:52 നിയമസഭയിലേക്ക് രാജ്ഭവനിൽ നിന്ന് ഗവർണർ എത്തുന്നു. പതിവ് രീതികൾ, അതായത് മുഖ്യമന്ത്രി, പാർലമെന്ററി കാര്യമന്ത്രി, സ്പീക്കർ ഇവർ ചേർന്നാണ് ഗവർണറെ നിയമസഭയിലേക്ക് ആനയിക്കുന്നത്. അങ്ങനെ ഒരു സ്വീകരണ ചടങ്ങിൽ തന്നെ നമ്മൾ ഗവർണറുടെ മുഖത്ത് നിന്നും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്നും സർക്കാരിനോടുള്ള വിയോജിപ്പും എന്തോ സർപ്രൈസ് അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യവും മനസ്സിലായതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ മുഖത്തൊന്നും നോക്കാതെ ഒരു ഹസ്തദാനം
സമ്മതിദാനം ചെയ്യാതെ ഗവർണർ നിയമസഭയിലേക്ക് നടന്നു. അപ്പോഴും നമ്മൾ കരുതിയത് അങ്ങനെ ഒരു സർക്കാരിനോടുള്ള ഗവർണറുടെ നിലപാടിൽ അയവില്ല. അതുമാത്രവുമല്ല, സമീപനങ്ങൾ അതുപോലെ ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗത്തിലേക്ക് കടക്കും. അപ്പോഴും ആകാംക്ഷയായിരുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളിൽ എന്ത് നടപടി, എന്ത് നിലപാടായിരിക്കും ഗവർണർ എടുക്കും എന്നുള്ളതാണ്. പക്ഷേ നാടകീയമായി ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വായിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ സൂചന കിട്ടി. അവസാനത്തെ പാരഗ്രാഫ്, ഏതാണ്ട് 63 പേജുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ അവസാന പാരഗ്രാഫ് മാത്രമാണ് ഗവർണർ ഇന്ന് നിയമസഭയിൽ വായിച്ചത്. അത് 1 മിനിറ്റ് 17 സെക്കൻഡ് മാത്രം അദ്ദേഹം വായിച്ച് നയപ്രഖ്യാപനം അവസാനിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം നിയമസഭ വിട്ടു പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിനോടുകൂടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകുന്ന 2 മെസ്സേജുകളിൽ ഒന്ന്, സർക്കാരിനോട്, പ്രത്യേകിച്ച് സന്ധിയില്ലാത്ത വിയോജിപ്പ് തുടരുന്ന സർക്കാരിനോട് ഇനി ഒരു തരത്തിലും തനിക്ക് അയവില്ല, പകരം ഭരണഘടനാപരമായ ഉത്തരവാദിത്തം എന്ന നിലയിൽ ഇക്കാര്യങ്ങൾ ഒരു ചടങ്ങ് പോലെ ചെയ്യുന്നു. 2, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ കുറ്റപ്പെടുത്തലുകൾ അത് വായിക്കാൻ തനിക്ക് മനസ്സില്ല, ആ നിലപാട് തനിക്കില്ല. ഈ 2 കാര്യങ്ങൾ ഒരു സംശയവുമില്ലാതെ ഗവർണർ എന്ന് പ്രകടിപ്പിച്ചതാണ് നിയമസഭയിൽ നമ്മൾ കണ്ട കാര്യം. ഇനി ഗവർണർ വായിച്ച പാരഗ്രാഫിൽ ആകെയുള്ള വിമർശനം, അതിൽ പറയുന്നത് ഈ നമ്മുടെ പൈതൃകം കെട്ടിടങ്ങളിലോ സ്മാരകങ്ങളിലോ അല്ല, മറിച്ച് ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം, സാമൂഹ്യനീതി, ഇതിലാണ്. ഇത് പരിഗണിക്കണം, ഇത് ഓർക്കണം, ഇത് മുന്നോട്ട് വെച്ച് നമുക്ക് വർണ്ണകമ്പളം നെയ്തെടുത്തൊരു പ്രതിരോധ ശേഷിയുള്ള വർണ്ണകമ്പളം നെയ്തെടുക്കാം എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന അവസാന പാരഗ്രാഫ് മാത്രമാണ് വായിച്ചത്. അതിന് തൊട്ടുമുകളിൽ വളരെ രാഷ്ട്രീയമായി പറയുന്ന, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനം ഉന്നയിക്കുന്ന വംശഹത്യയെക്കുറിച്ചിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ വിമർശനം ഗവർണർ വായിച്ചില്ല. അതടക്കം മറ്റൊന്നും തന്നെ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വായിച്ചില്ല. അങ്ങനെ സംസ്ഥാന സർക്കാരിനോടുള്ള അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിനോടുള്ള മുഖ്യമന്ത്രിയോടക്കം നേരത്തെ നമ്മൾ വാക്പോരിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. പലതവണ മുഖ്യമന്ത്രിയാണ് തനിക്കെതിരെ പ്രതിഷേധക്കാരെ ഇളക്കിവിടുന്നതെന്ന് ഗവർണർ പറഞ്ഞതാണ്. ഗവർണർ ഇതെന്ത് കാട്ടുന്നു എന്ന് മുഖ്യമന്ത്രിയും കുറ്റപ്പെടുത്തിയതാണ്. നവകേരള സദസ്സിൻ്റെ സമയത്ത് പ്രഭാതങ്ങളിൽ ഓരോ മന്ത്രിമാരും ആവർത്തിച്ച് ഗവർണറെ കുറ്റം പറയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ അങ്ങനെയുള്ള വിയോജിപ്പുകൾ, അതിൻ്റെ ഒരു അന്ത്യം, അതിനൊരു അവസാന ഭാഗം അതിന്ന് നിയമസഭയിൽ നടന്നു. അങ്ങനെ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം 1 മിനിറ്റ് 17 സെക്കൻഡ് മാത്രം വായിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിനുള്ള തൻ്റെ നിലപാടിന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ പഴി കേൾക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിലൊന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഉള്ളടക്കമാണെങ്കിൽ, രണ്ടാമത്തെ കാര്യം എൻ്റെ സർക്കാർ അല്ലെങ്കിൽ എൻ്റെ സർക്കാരെ എന്ന് ഗവർണറെ കൊണ്ട് വായിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു പഴി കൂടി സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം ഇതിനോടകം തന്നെ ഉയർത്തിയിട്ടുണ്ട്. വേണോ ഷഫീദ്, ഈ നയപ്രഖ്യാപനം മന്ത്രിസഭ അംഗീകരിച്ച് രാജ്ഭവന് നൽകുമ്പോൾ പല സാധ്യതകളുണ്ട് ഗവർണർക്ക് ഇടപെടാൻ. ഇത് തിരിച്ചയക്കാം, ഇതിൽ ഭേദഗതി നിർദ്ദേശിക്കാം, അങ്ങനെ പല കാര്യങ്ങളും. അതൊന്നും അദ്ദേഹം ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഈ നിയമസഭയിൽ ഇതൊന്നും വായിച്ചില്ല എങ്കിലും ഇതെല്ലാം ഗവർണർ അംഗീകരിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ ഈ പ്രതിഷേധ നിൽപ്പും അവസാന ഖണ്ഡിക മാത്രം വായിക്കലുമൊക്കെ പ്രഹസനമല്ലേ? നമുക്കൊരു പക്ഷേ അതിനെ അങ്ങനെ കൂടി വിലയിരുത്താൻ കഴിയും. പക്ഷേ അതിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കുറച്ച് മെസ്സേജുകളുണ്ട്. വേണു പറഞ്ഞതുപോലെ തന്നെ സ്വാഭാവികമായും നയപ്രഖ്യാപന പ്രസംഗം അത് ഗവർണർ ഇനി വായിച്ചില്ലെങ്കിൽ കൂടി അത് നിയമസഭാ രേഖകളുടെ ഭാഗമാണ്, അതിൻ്റെ ഭാഗമായി കഴിഞ്ഞു. അക്കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ തൻ്റെ നാവിൽ നിന്നതല്ലെങ്കിൽ താൻ ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെ പുകഴ്ത്തുകയോ സർക്കാരിൻ്റെ നയങ്ങൾ പറയുകയോ എൻ്റെ സർക്കാർ എന്ന് വിളിക്കുകയോ കേന്ദ്ര സർക്കാരിനെതിരെ കുറ്റം പറയുകയോ ചെയ്യില്ല എന്ന ഉറച്ച നിലപാട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം നടത്തി. അത് ഒരു തരത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ നേരത്തെ ഗവർണറെ കുറ്റം പറയുമ്പോൾ, ഗവർണറെ വിമർശിക്കുമ്പോൾ എടുത്തു പറഞ്ഞ കാര്യം, സംഘപരിവാറിൻ്റെ അജണ്ടകൾ സംസ്ഥാനത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് സന്ധിയില്ലാത്ത പോരാട്ടം സർക്കാർ തുടരും. അത് മന്ത്രിമാർ പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി അതിൽ സ്വരം ഘടിപ്പിച്ച് പറഞ്ഞതാണ്. അതടക്കമുള്ള മുഴുവൻ വിഷയങ്ങളിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നീരസമുണ്ട്. ആ നീരസം അദ്ദേഹം ഇന്ന് പ്രകടിപ്പിച്ചു. അത് വേണു സൂചിപ്പിച്ചത് ഒരുപക്ഷെ ഒരു പ്രഹസനമായി കാണാം. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ അതിൽ കൂടെ നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശം ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അത് പ്രതിപക്ഷമടക്കം ശരിയായ രീതിയിലോ തെറ്റായ രീതിയിലോ അതിനെ സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി മാറ്റുകയും ചെയ്യും. ശരി, അലക്സ് റാം മുഹമ്മദ് ഉണ്ട് നയപ്രഖ്യാപനത്തിന്റെ വിശദാംശങ്ങളുമായി. അലക്സ്, എന്തൊക്കെയാണ് ഈ നയപ്രഖ്യാപനത്തിൽ പ്രധാനമായും പറയുന്നത്? വേണു, 63 പേജുള്ള നയപ്രഖ്യാപന പ്രസംഗമാണ് ഗവർണർ ഇന്ന് നിയമസഭയിൽ വായിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഗവർണർ അവസാന ഭാഗം മാത്രം വായിച്ചു പോയി. ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഉള്ളടക്കത്തിൽ ഏറ്റവും അധികം പരാമർശിച്ചിട്ടുള്ളത് കേന്ദ്ര വിമർശനം തന്നെയാണ്. നമുക്കറിയാം, സംസ്ഥാനം കടുത്ത രീതിയിൽ ഈ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേന്ദ്ര അവഗണന നേരിടുന്നു എന്ന വലിയ പരാതി മുഖ്യമന്ത്രി, മന്ത്രിമാർ, സർക്കാരൊക്കെ ഉയർത്തിയിരുന്നു. നവകേരള സദസ്സിലടക്കം വലിയ പ്രചരണത്തിന് ഇത് വഴിവെക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള വിമർശനങ്ങൾ കൃത്യമായി തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ നയപ്രഖ്യാപന
പ്രസംഗത്തിൽ എന്നുള്ളതാണ്. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അസമത്വം നിലനിൽക്കുന്നുണ്ട്. അതുമൂലം പണഞ്ഞെരുക്കം ഉണ്ടാകുന്നുണ്ട്. കാലക്രമേണ ഇത് കൂടുതൽ തീവ്രമായി സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതിയെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഫെഡറൽ സംവിധാനത്തിലെ വലിയ അസമത്വമാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാനങ്ങൾ വരുമാന പരിധി കടന്ന് വികസന ചെലവുകൾ ഏറ്റെടുക്കാൻ നിർബന്ധിതരാകുന്നു എന്നാണ് വിമർശനം. കാലാകാലങ്ങളിലുള്ള ധനകാര്യ കമ്മീഷനുകളുടെ അവാർഡുകളിൽ വരുന്ന സ്ഥായിയായ കുറവ് ശ്രദ്ധ പിടിച്ചുപറ്റേണ്ട വസ്തുതയാണെന്ന് പറയുന്നുണ്ട്. 10ാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള നികുതി വിഹിതം അത് 3.88% കുറഞ്ഞു. 15ാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ അത് കേവലം 1.92% കുറഞ്ഞു. GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതും അതുപോലെ റവന്യൂ കമ്മി ഗ്രാന്റിൽ വന്ന കുറവും സംസ്ഥാനത്തിന്റെ ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പിൽ കേന്ദ്രം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയെ പ്രതികൂലമായി ബാധിച്ചു എന്ന വിമർശനമാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ളത്. സംസ്ഥാനം നേരിടുന്ന ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമായി സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാനം നിർബന്ധിതമായിട്ടുണ്ടെന്നാണ് സർക്കാർ തന്നെ ഈ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഭീകരമായ വെല്ലുവിളികളെ നേരിടുമ്പോഴും കേരള മോഡൽ വികസനത്തിനായി സർക്കാർ അടിയുറച്ച നിലപാടാണ് സ്വീകരിച്ചത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളും അർഹതപ്പെട്ട ഗ്രാന്റും സഹായത്തിൻ്റെ വിഹിതവും തടഞ്ഞുവെക്കുന്നതിനെ സർക്കാർ ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു. 15ാം ധനകാര്യ കമ്മീഷന്റെ സ്വീകരിക്കപ്പെട്ട ശുപാർശകൾക്ക് അനുസൃതമല്ലാത്ത മുൻകാല പ്രാബല്യത്തോടെ വായ്പ പരിധി വെട്ടിക്കുറച്ചത് കാരണം സർക്കാരിന് കടുത്ത ധനഞ്ഞെരുക്കം അനുഭവപ്പെടുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിലപാടിൽ അടിയന്തര പുനഃപരിശോധന ആവശ്യമാണ് എന്നാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കാതൽ. മറ്റൊന്ന് NCERT-യുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ അതിലൊരു പരാമർശമുണ്ട്. ഈ NCERT നീക്കം ചെയ്ത പാഠഭാഗങ്ങളെക്കുറിച്ചുള്ള പരാമർശം ഇങ്ങനെയാണ്: നീക്കം ചെയ്തവയിൽ മുഗൾ ചരിത്രവും ഇന്ത്യാ വിഭജനവും മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതിനാൽ കുട്ടികളിൽ യഥാർത്ഥ ചരിത്രപരവും സാമൂഹികമായ അവബോധം ഉറപ്പാക്കും. ഇതിനായി ഹ്യൂമാനിറ്റീസിൽ കേരളം കൂടുതൽ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയതായി നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നയപ്രഖ്യാപനത്തിൽ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറയുന്നുണ്ട് സർക്കാർ. നവകേരള സദസ്സ് സർക്കാരിലുള്ള അചഞ്ചലമായ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു. അസാധാരണമായ ജനപങ്കാളിത്തം ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെ ആവർത്തിച്ചുറപ്പിക്കുന്നതാണെന്ന് ഈ നവകേരള സദസ്സിനെ സംബന്ധിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശിക്കുന്നുണ്ട്. സർക്കാർ നടപ്പ് സീസണിൽ നെല്ലിന് നൽകിയത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന സംഭരണ വിലയാണ് എന്ന് വ്യക്തമാക്കുന്നു. കിലോയ്ക്ക് 28.2 രൂപയാണ് സർക്കാർ നെല്ലിന് സംഭരണ വിലയായി നൽകി വരുന്നത്. കുട്ടികൾക്കായുള്ള ലഹരി വിമുക്ത പുനരധിവാസ കേന്ദ്രം മലപ്പുറം തവനൂരിൽ സ്ഥാപിക്കുമെന്ന് വ്യക്തമാക്കുന്നു. തദ്ദേശ ഭരണ ആസൂത്രണം, പദ്ധതി കൈകാര്യം, അതുപോലെ അക്കൗണ്ടിംഗ് എന്നിവിടങ്ങളിലേക്ക് സ്മാർട്ട് സൊല്യൂഷൻസിന്റെ പ്രവർത്തനവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കും എന്ന് വ്യക്തമാക്കുന്നു. അത്തരത്തിൽ സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ അത് എണ്ണി അക്കമിട്ട് നിരത്തുന്നുണ്ട് ഈ നയപ്രഖ്യാപനത്തിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര വിമർശനം തന്നെയാണ്. ഈ ധനകാര്യവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഞെരുക്കം, അതുപോലെ സംസ്ഥാന സർക്കാരിന് മേൽ സാമ്പത്തിക ഉപരോധം കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്നു എന്ന ഭാഗം പറയുന്നു. കൃത്യമായി ഈ വിഷയം അത് പുനഃപരിശോധിക്കണം കേന്ദ്രമെന്നാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത്. മറ്റൊന്ന്, അദ്ദേഹം അവസാനം വായിച്ച ഭാഗമാണ്, അത് നേരത്തെ വ്യക്തമാക്കിയത്. പക്ഷേ അതിനു മുമ്പ് മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അദ്ദേഹം ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ട്. പക്ഷേ അത് ഗവർണർ പരാമർശിക്കാതെ പോയി. മണിപ്പൂരിൻ്റെ പേര് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നില്ല എങ്കിലും ആ ഭാഗം ഇങ്ങനെയാണ്: എൻ്റെ സർക്കാർ വംശഹത്യ എന്ന കുറ്റകൃത്യത്തെയും മനുഷ്യരാശിക്കെതിരെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങളെയും അസന്നിഗ്ധമായി അപലപിക്കുകയും മരണപരമ്പരയുടെയും നശീകരണത്തിൻ്റെയും അവ ഉളവാക്കുന്ന നിരാശയുടെയും അന്ത്യം കാണുന്നതിന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സമാധാനവും പ്രത്യാശയും മനുഷ്യജീവനോട് അചഞ്ചലമായ ആദരവുള്ള ഒരു ലോകത്തിന് വേണ്ടിയുള്ള അഭിലാഷമാണ് നാം മുറുകെ പിടിക്കുന്നതെന്നാണ് ഈ നയപ്രഖ്യാപനത്തിൽ ആ ഭാഗം, അത് മതേതരത്വത്തിൻ്റെ ഭാഗം ഉയർത്തിപ്പിടിക്കുന്നതാണ്. അത് കൃത്യമായി തന്നെ നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും 1 മിനിറ്റും 17 സെക്കൻഡും മാത്രം നീളുന്ന നയപ്രഖ്യാപനം നടത്തി അത് അവസാനിപ്പിച്ച വിവാദങ്ങൾക്ക് തിരികൊളുത്തി ഗവർണർ നിയമസഭയിൽ നിന്ന് രാജ്ഭവനിലേക്ക് പോയിട്ടുണ്ട്. വേണു. അലക്സ് റാം മുഹമ്മദാണ് നയപ്രഖ്യാപനത്തിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്. പ്രതിപക്ഷവും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അതടക്കമുള്ള കൂടുതൽ വാർത്തകളിലേക്ക് വരാം. ഇടവേളയ്ക്ക് ശേഷം.